നമസ്കാരം സുഹൃത്തുക്കളെ. നടൻ പ്രകാശ് രാജ് അദ്ദേഹം ഒരു അഭിനേതാവാണ്, സിനിമാ നടനാണ്. എങ്കിലും പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുന്നത് സിനിമാ സംബന്ധിയായിട്ടുള്ള വിഷയത്തിലല്ല. ഒരു അറിയപ്പെടുന്ന പേരുകേട്ട ഒരു സംഘപരിവാർ വിരുദ്ധനാണ് അദ്ദേഹം. നരേന്ദ്രമോദിയെ ആക്ഷേപിക്കാൻ കിട്ടുന്ന ഒരവസരവും അയാൾ വെറുതെ കളയാറില്ല. കാര്യമുണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും സംഘപരിവാർ വിരുദ്ധതയും മോദി വിരുദ്ധതയും പറയുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് പ്രകാശ് രാജ് എന്ന വ്യക്തി. അതിനാൽ തന്നെ സംഘികളുടെയൊക്കെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടി അതിലൊട്ടും അതിശയോക്തിയില്ല. വീണ്ടും അയാൾ ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയിൽ വരാനുള്ള കാരണം ബംഗളൂരു കോടതി അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നൊരു വാർത്തയാണ്. അതിനെ അയാൾ നിഷേധിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് ഇയാളുടെ കയ്യിൽ 4 തിരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 4 സംസ്ഥാനങ്ങളിലെയും വ്യത്യസ്തമായിട്ടുള്ള അഡ്രസ്സുകൾ വെച്ചുകൊണ്ട് ഇയാൾ തിരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 4 ഐ ഡി ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ്. ഇതേ തുടർന്ന് അയാൾക്കെതിരെ ഒരാൾ കേസിന് പോവുകയും ആ കേസിനെ തുടർന്ന് പലതവണ ഇയാളെ വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴൊന്നും ഇയാൾ ഹാജരായില്ല. ഏറ്റവും കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ ഇയാളത് നിഷേധിക്കുകയാണ്. ഇതൊരു ഫേക്ക് ന്യൂസാണ് എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഗൂഗിളിൽ കയറി അന്വേഷിച്ചാലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ നോക്കിയാലും ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇയാളത് നിഷേധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സംഭവം സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇയാളെ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെടുത്താൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. DK ശിവകുമാർ എന്ന ഒരു ഹൈന്ദവ വിശ്വാസി, ഒരു കടുത്ത വിശ്വാസിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടി വിശ്വാസമുള്ളൊരു സ്ഥലമാണ് ധർമ്മസ്ഥല എന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ചിന്നയ്യ എന്ന് പറഞ്ഞ ഒരു ശുചീകരണ തൊഴിലാളിയെ വിലക്കെടുക്കുകയും 50 ലക്ഷമാണ് അയാൾക്ക് അവർ ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ അയാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് 100 കണക്കിന് സ്ത്രീകളെ അവിടുത്തെ ആളുകൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വെളിപ്പെടുത്തൽ നടത്തുന്നു. അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. അതിനെ തുടർന്ന് ബുൾഡോസറുകളും മറ്റുമൊക്കെ ആയിട്ട് വന്ന് അവിടെ എല്ലാം കുഴിച്ച് എല്ലാം നോക്കി കുറേ ദിവസം കഴിഞ്ഞു. ഒരുപാട് മാധ്യമങ്ങളും എല്ലാം ഇത് പല രീതിയിൽ പൊലിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ഈ ചിന്നയെ തന്നെ പറയുന്നു, അങ്ങനെ ഒരു സംഭവമില്ല, തന്നെ കൊണ്ട് ചിലർ പറയിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ പിന്നിലുള്ള കുറേ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നു. ആ കേസ് മുന്നോട്ട് പോകുന്നു. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ ചിന്നയ്യ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച കൂട്ടത്തിൽ നടൻ പ്രകാശ് രാജ് കൂടി ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലായിരുന്നു. ആ വാർത്ത പുറത്തു വന്നറിഞ്ഞപ്പോൾ പ്രകാശ് രാജ് അതിനെ നിഷേധിച്ചു. എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അയാൾ തിരിച്ച് കർണാടകയിൽ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ മാധ്യമപ്രവർത്തകരെ കാണുന്നു. പക്ഷേ കർണാടകത്തിലെ മാധ്യമപ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ അയാളെ വറുത്തു കോരുന്നൊരു കാഴ്ച കാണുകയുണ്ടായി. അയാൾ ഈ ചിന്നയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും ചിന്നയ്യനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യം അയാൾ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ഈ കേസുമായിട്ടൊരു ബന്ധവുമില്ല, കേരളത്തിൽ നിന്ന് വരെ കോടികൾ അങ്ങോട്ടേക്ക് ഈ കേസ് ബലപ്പെടുത്താൻ വേണ്ടി ഒഴുകിയിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇയാളോട് ചോദിക്കുന്നു, നിങ്ങളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരോ മാധ്യമപ്രവർത്തനോ അല്ല, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇത്രയും ഇത്രയും വിവാദമായ ഒരു കേസിനകത്ത് ആ ചിന്നയ്യൻ എന്ന് പറയുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇത് ഇത്രമാത്രം ഗുരുതരമാക്കുകയും ചെയ്ത് എന്തിന് എന്ന ചോദ്യത്തിന് അയാൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ലായിരുന്നു. അങ്ങനെ ഇയാൾക്ക് കൂടി ഇതിനകത്ത് എന്തൊക്കെയോ പങ്കുണ്ടോ എന്ന് കർണാടക ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ DK ശിവകുമാറിന് ബോധ്യമായതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം. ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള സകലമാന കേസുകളും കുത്തിപ്പൊക്കി ഇയാളെ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരുപക്ഷെ അവിടുത്തെ മുഖ്യമന്ത്രി കൂടി കരുതിക്കുട്ടി ചെയ്യുന്നതാവാം. എന്തായാലും പ്രകാശ് രാജ് എന്ന ഈ ഉഡായിപ്പുകാരൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് അത്ര എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നില്ല. കേസിന് പുറമെ കേസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ച് അകത്തിട്ടിട്ട് അയാളെ അടപടലം പൂട്ടാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും ഇത്തരമൊരു കാര്യം നടത്തിയിട്ട് ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം DK ശിവകുമാർ ആത്യന്തികമായി ഒരു ഹിന്ദുവാണ്. അത് പറയാൻ അയാൾക്കൊരു ഒട്ടും മടിയുമില്ല. അയാളുടെ കൂടി വിശ്വാസത്തെ തച്ചു തീർക്കുന്ന രീതിയിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായ വ്യക്തിയാണ് ഈ പ്രകാശ് രാജ്. അങ്ങനെ ഒരാളെ വെറുതെ വിടാൻ എന്തായാലും DK ശിവകുമാർ തീരുമാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ തെളിവായിട്ടായിരിക്കാം ഒരുപക്ഷെ പുറകെ ഇത്തരം വാർത്തകൾ വരുന്നത്. 4 വോട്ടർ ഐ ഡി കൈവശം വെച്ചിരിക്കുക എന്നത് തന്നെ ഒരു വലിയ കുറ്റകൃത്യമാണ്. അത് ആര് ചെയ്താലും അങ്ങനെ ഒരു കൃത്യം ചെയ്ത വ്യക്തിയാണ് പ്രകാശ് രാജ് എന്നതിൻ്റെ പുറകെ അതിൻ്റെ പേരിലുള്ള ഒരു അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിക്കുന്നു. അയാൾ ഇനി അവിടെ കോടതിയിൽ ഹാജരാവുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാവുകയോ ചെയ്തില്ലെങ്കിൽ അടുത്തതായിട്ട് ഒരുപക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുക. തുടർന്ന് അയാൾ എന്തൊക്കെ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കുത്തിപ്പൊക്കാനും അതിലെല്ലാം അയാളെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ നിർത്താനുമുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. ഒപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ വേണം.